ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ഇങ്ങ് എത്താറായി. സദ്യക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് തീരുമാനമായോ? ആയെങ്കിലും ഇല്ലെങ്കിലും ദാ പിടിച്ചോ, എൻ്റെ വക ഒരെണ്ണം. നിങ്ങൾ ബീട്രൂട്ടും വെള്ളരിക്കയും പൈനാപ്പിളും ഒക്കെ വെച്ച് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ആപ്പിൾ വെച്ചുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായോ, നമുക്കുണ്ടാക്കാം. ഒന്നുമില്ലെന്നേ, ആപ്പിൾ ഇതേപോലെ അരിഞ്ഞ് ഒരു പച്ചമുളകൂടെ കീറി പാനിലേക്കിട്ട് ആപ്പിൾ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി ഒന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. അത് അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൊണ്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്യാം. ഈ പാകമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തൈരോടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ തൈര് ചേർത്ത് ഇത് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ആപ്പിളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് വെള്ളം കൊണ്ടുണ്ട്, അതുകൂടെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ പറ്റിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടെ തീ കൂട്ടിയിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്കിങ്ങ് പറ്റി കിട്ടും. വെള്ളമൊക്കെ പറ്റിയത് ഈ പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ നമ്മുടെ ഈ അരപ്പൂടി ഇങ്ങ് വെന്ത് കിട്ടും. അതേപോലെ തന്നെ ഈ അരപ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളമയമുണ്ട്, അതും കൂടെ അങ്ങ് പറ്റി കിട്ടും. അരപ്പ് ചേർത്ത് കഴിയുമ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒത്തിരിയൊന്നും വേണ്ട, ഒരു ലോ ടു മീഡിയം ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവാനും അടുക്കി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായി ഒന്ന് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരോടെ ചേർത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ തൈര് മിക്സിയിലൊന്നിട്ട് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ, അല്ലാണ്ട് അങ്ങ് ലൂസായി പോകും. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മുടെ ആപ്പിളിൻ്റെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ വീഴ്ത്താൻ ഇത് മാത്രം മതി. ഈ സമയം കൊണ്ട് നമ്മുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് ഒന്ന് താളിച്ചങ്ങോട്ട് ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല സ്വയംഭൻ ആപ്പിൾ പച്ചടി ഇവിടെ റെഡി. ഞാൻ വീഡിയോയ്ക്ക് പഞ്ച് കൂട്ടാൻ വേണ്ടി ഒന്നും പറയുകയല്ല, ഇത് വേറെ ലെവൽ തന്നെ സാധനം. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, നിങ്ങളും ഇതിൻ്റെ ഫാനാകും. അപ്പോൾ ഈ ഓണത്തിന് ബീട്രൂട്ടും വെള്ളരിക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ആപ്പിൾ പച്ചടി അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയേ, സംഭവം പൊളിക്കും. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.